ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുജാത സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങിപ്പോവുകയും ജ്യോതി നമ്മളെ തോപ്പിച്ചു കളഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞ സുജാതയുടെ വാക്കുകൾ കേട്ട് മനസ്സ് വല്ലാതെ വിഷമത്തോടെ ഓടിപ്പോകുന്ന സുജാതയുടെ പിന്നാലെ നിത്യയും താഴേക്ക് ഓടാൻ തുടങ്ങുന്നു. അമ്മയെന്ന് വിളിച്ച് നിത്യ പിന്നാലെ പോകുന്നത് കണ്ട് അതെല്ലാം നോക്കി കണ്ടു നിന്ന ഹരി ഉടനെ നിത്യയെ വിളിച്ചു. ടീച്ചറെ, ആ വിളി കേട്ടതും പിന്തിരിഞ്ഞ് നിത്യ നോക്കുമ്പോൾ അരികിലേക്ക് ഹരി ഇറങ്ങിച്ചെന്നു. എന്നിട്ട് നിത്യയോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞ ആ ആനന്ദാശ്രമം അതെനിക്കറിയാം. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ വന്നാൽ നമുക്ക് അവിടം വരെ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് ഹരി അറിയിച്ചു. അത് കേട്ടതും വളരെ പ്രതീക്ഷയോടെ ജ്യോതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു പോകാൻ തനിക്കൊരു സഹായം ഹരിയാവുമെന്ന് അറിഞ്ഞതോടെ നിത്യ ഹരിയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് നിത്യ വേഗം തന്നെ വരാമെന്ന് പറഞ്ഞ് ഹരിയുടെ മറുപടി നൽകി താഴേക്ക് ഇറങ്ങിപ്പോയി. ഹരി തിരിച്ച് അമ്മാവന്റെ അരികിലേക്ക് ചെല്ലുമ്പോ അമ്മാവൻ പറഞ്ഞു, എടാ ഹരി, സുജാത പലപ്പോഴും സംസാരിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്ന്. ചിലപ്പോ നമ്മളെ പോലെ തന്നെ കണ്ണീരിൽ കുതിർന്ന ഒരു ഭാണ്ഡക്കെട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ എന്ന് ഹരിയോട് അമ്മാവൻ ചോദിക്കുമ്പോ ആകെ വിഷമത്തോടെ ഹരി നോക്കിയിരുന്നു. അതിനുശേഷം ഹരിയും നിത്യയും കൂടി കാറിൽ ആനന്ദാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഹരി നിത്യയോട് ചോദിച്ചു, അല്ല, തന്റെ കണക്കൂട്ടൽ അനുസരിച്ച് ജ്യോതി ഇന്നലെ വൈകിട്ട് പോയതാണോ അതോ ഇന്ന് രാവിലെയോ എന്ന് ചോദിച്ചപ്പോ നിത്യ പറഞ്ഞു, അങ്ങനെ എനിക്ക് കണക്കുകൂട്ടൽ നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ അവളെ പോകാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് നിത്യ മറുപടി നൽകി. ഹരി വീണ്ടും നിത്യയുടെ മറുപടി കേട്ട് പിന്മാറാതെ, എന്തൊക്കെയായാലും അയൽവാസികളല്ലേ എന്ന രീതിയിൽ ഹരി വീണ്ടും നിത്യയുടെ കാര്യം ചോദിച്ചു. അല്ല, അയാൾക്ക് ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി എന്തെങ്കിലും അഫയറോ മറ്റോ എന്ന് ചോദിച്ചപ്പോ നിത്യ ചോദിച്ചു, അല്ല, ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ടോ ആശ്രമത്തിലേക്ക്? ഉടനെ ഹരി അല്പനേരത്തേക്ക് നിത്യ നോക്കിയിട്ട് പറഞ്ഞു, ആ ഉണ്ട്, കുറച്ച് ദൂരമുണ്ട്. ഉടനെ ഹരി മറുപടി നൽകിയതിനു ശേഷം വീണ്ടും നിത്യയോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ വീട്ടില് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോ നിത്യ ചോദിച്ചു, അതെ, ഒന്ന് വേഗത്തിൽ പോവോ? ആ ചോദ്യം കേട്ടതും ഹരി തന്റെ ചോദ്യങ്ങളൊന്നും നിത്യക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഹരി പറഞ്ഞു, ആ, ഇപ്പൊ തന്നെ എത്തും, ഇനി അധിക ദൂരം ഇല്ല എന്ന് പറഞ്ഞ് ഹരി ഡ്രൈവിംഗ് തുടർന്നു. ഓ, അല്ലെങ്കിലും ഇവളെയൊക്കെ സഹായിക്കാനായിട്ട് ഇറങ്ങിയ എന്നെ വേണം പറയാൻ. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇവളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ലല്ലോ. അല്ലെ തന്നെ ഇവളെ എന്തിനു പറയണം? സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട എന്നെ പറഞ്ഞാ പോരെ എന്നല്ല മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഹരി വേഗം ഡ്രൈവ് ചെയ്തു. പിന്നീട് ആനന്ദാശ്രമത്തിലെത്തിയ ജ്യോതിക്ക് അവിടുത്തെ കാവ്യ വസ്ത്രം അവിടുത്തെ സന്യാസിനിയമ്മ സമ്മാനിക്കുന്നു. ഇത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് എന്ന് ജ്യോതിയോട് സന്യാസിനിയമ്മ അറിയിച്ചു. പിന്നെ ഈ സന്യാസം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമല്ല. അത് മാത്രമല്ല, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ സന്യസിക്കാം എന്ന് തീരുമാനിക്കുന്നതും ഉചിതമായ കാര്യമല്ല. സന്യാസത്തിന് പല കടമ്പകളും കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായ ആചാരങ്ങളും ചുറ്റുവട്ടങ്ങളും ഉണ്ട് എന്ന് സന്യാസിനി അമ്മ ജ്യോതിയോട് പറഞ്ഞു. എല്ലാം കേട്ട് ജ്യോതി തലകുലുക്കിക്കൊണ്ട്, ഇനി ഞാൻ കുറച്ച് തീരുമാനത്തോടെ വന്നത് എന്ന് ജ്യോതി സന്യാസിനി അമ്മയോട് അറിയിച്ചു. എന്നാ ജ്യോതി നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയിക്കോളൂ എന്ന് ജ്യോതിയോട് സന്യാസിനി അമ്മ പറയുകയും ജ്യോതി ആ വേഷവുമായി അവിടുന്ന് മടങ്ങി. പിന്നീട് കാണുന്നത് നിത്യയും ഹരിയും കൂടി ആനന്ദാശ്രമത്തിലേക്ക് എത്തുന്നു. അവിടെ കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ ഹരി മുകളിലേക്ക് കയറി പോകുമ്പോ അവിടെ മറ്റൊരു സന്യാസിനി ഹരിയിലേക്ക് വന്ന് ചോദിച്ചു, എന്താ എന്താ വേണ്ടത്? അപ്പോഴാണ് ഹരി പറഞ്ഞത്, അതെ, ഞങ്ങൾക്ക് അമ്മയൊന്ന് കാണണം. ജ്യോതിയും നിത്യയും അതേ ആവശ്യം തന്നെ പറഞ്ഞപ്പോ, അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണല്ലോ എന്ന് ആ സ്ത്രീ മറുപടി നൽകി. അപ്പോഴേക്കും ഹരി പറഞ്ഞു, ഞങ്ങൾക്ക് അമ്മയെ കാണണം, അത്യാവശ്യമാണ്. ഉടനെ നിത്യയും പറഞ്ഞു, അതെ, അമ്മയെ കണ്ടിട്ട് ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ ആ സന്യാസിനി പറഞ്ഞു, ശരി, എന്നാ വരൂ എന്ന് പറഞ്ഞ് ഇരുവരെയും കൂട്ടിക്കൊണ്ട് നേരെ സന്യാസിനി അമ്മയ്ക്ക് അരികിലേക്ക് ആ ശിഷ്യ കൊണ്ടുപോകുന്നു. അങ്ങനെ സന്യാസിനി അമ്മയുടെ മുന്നിലേക്ക് എത്തിയ ഹരിയോടും നിത്യയോടും സന്യാസിനി അമ്മ ജ്യോതിയെ കുറിച്ച് അറിയിച്ചു. ഇവിടേക്ക് വന്നപ്പോ സന്യാസം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു വസ്ത്രം കൊടുത്തു. പക്ഷെ അത് ഇവിടുത്തെ സന്യാസ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയല്ല, മറിച്ച്
ഇവിടുത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ എത്തുന്ന പലരുടെയും ആശങ്കയും പലരും ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് എന്ന് സന്യാസിനിയെ അറിയിച്ചു. ഉടനെ നിത്യ പറഞ്ഞു, ജ്യോതി അവൾ അങ്ങനെ പോകേണ്ടതല്ല, അവളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞപ്പോ, ശരി, അവിടെ പ്രാർത്ഥനാ മുറിയിലുണ്ട്, നിങ്ങൾ എന്തായാലും പോയി സംസാരിച്ചോളൂ എന്നറിയിച്ചു. ഉടനെ ഹരി സന്യാസിനിയമ്മയോട് പറഞ്ഞു, അമ്മേ, ആ കുട്ടിയില്ലാതെ ഇവൾക്ക് ജീവിക്കാനാവില്ല, അതുകൊണ്ട് തന്നെ അമ്മ ആ കുട്ടിയെ ഒന്ന് ഉപദേശിക്കണം, അമ്മ കൂടി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കാലോ, അതിനു മുൻപ് നിങ്ങൾ കൂടി ആ കുട്ടിയെ കാണൊന്ന് സംസാരിക്കുക എന്ന് സന്യാസിനിയമ്മ അറിയിച്ചു. ശരി, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു ഹരി നിത്യയോടൊപ്പം ആ സന്യാസിനിയമ്മയുടെ കൂടെ നേരെ ജ്യോതിയെ കാണുവാനായി എത്തി. പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന ജ്യോതിക്കരികിലേക്ക് എത്തിയ നിത്യ ജ്യോതിയെ കണ്ടതും ആകെ വിഷമത്തിലായി. അപ്പോഴേക്കും അരികിലേക്ക് സന്യാസിനിയമ്മ വന്നു. ജ്യോതി എന്ന് വിളിച്ചതും ഞെട്ടലോടെ ജ്യോതി എഴുന്നേറ്റു. പിന്നീട് ഹരിയുടെയും നിത്യയുടെയും അരികിലേക്ക് ജ്യോതി എത്തി. ജ്യോതിയുടെ ആ വേഷമെല്ലാം കണ്ട് നിത്യ ആകെ ടെൻഷനിലായി. മോളെ ജ്യോതി, എന്താ ഇത് എന്ന് പറഞ്ഞപ്പോ ജ്യോതി പറഞ്ഞു, നിത്യേശി, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പ്രതീക്ഷകളോ ആശങ്കയും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു മടക്കയാത്രയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ ഇന്നോ ഇന്നലെ എടുത്ത തീരുമാനമല്ല, കുറെ നാളുകളായിട്ടുള്ള എന്റെ മനസ്സിലെ തീരുമാനമാണ്. പക്ഷെ അതൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ ഇങ്ങനെ പോകാൻ അനുവദിക്കുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നിത്യയോട് ജ്യോതി പറഞ്ഞു. അത് കേട്ടതും നിത്യ പറഞ്ഞു, മോളെ ജ്യോതി, അമ്മ രാപകലില്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് നിനക്കറിയാവല്ലോ. നമ്മുടെ അമ്മയുടെ സങ്കടവും വേദനയും ഒക്കെ നീ മനസ്സിലാക്കണ്ടേ. നിനക്ക് നല്ലൊരു ജീവിതം, നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് വേണ്ടിയാണ് രാപകലില്ലാതെ ആ പാവം അധ്വാനിക്കുന്നത്. അച്ഛന്റെ അരികിലേക്ക് പോലും പോകാതെ എല്ലാം മറച്ചു വെച്ച് ഇന്ന് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളെ പോലെ നമ്മളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആ അമ്മയുടെ ധർമ്മസങ്കടമെങ്കിലും നീ കാണണം മോളെ എന്ന് ജ്യോതിയോട് നിത്യ ആവശ്യപ്പെട്ടു. ജ്യോതി എപ്പോഴും പറഞ്ഞു, നിത്യേച്ചി, ഇനി എന്ത് ജീവിതം എനിക്ക്? അന്ന് അവർ വന്ന് സംസാരിച്ചത് കേട്ടിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഇതെല്ലാം കേട്ട് നിന്ന ഹരി പറഞ്ഞു, അരേ, എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെ സംസാരിക്ക്. ഈ പ്രവൃത്തി എന്തായാലും നല്ലതായിരുന്നില്ല എന്നേ എനിക്കും പറയുവാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം. ഇനി വേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പരസ്പരം സംസാരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഹരി അവിടെ നിന്ന് മാറിയതും നിത്യ ജ്യോതിയോട് പറഞ്ഞു, മോളെ ജ്യോതി, നിന്നെയും കൂട്ടി ചെല്ലാവുന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. നീ എൻ്റെ കൂടെ വന്നില്ല എങ്കിൽ പിന്നെ ഞാനും മടങ്ങി പോയില്ല എന്ന് നിത്യ അറിയിച്ചു. നമ്മുടെ അമ്മയ്ക്ക് പിന്നെ ആരാണുള്ളത് എന്ന് നിത്യ ജ്യോതിയോട് ചോദിക്കുമ്പോൾ ജ്യോതി പറഞ്ഞു, ചേച്ചി, ഞാൻ എന്തിനാ മടങ്ങി വരുന്നത്? ഇതുവരെ നടന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാനോ എന്ന് ചോദിച്ചപ്പോ നിത്യ പറഞ്ഞു, മോളെ ജ്യോതി, മറ്റെല്ലാം നീ മറന്നേക്ക്. നമ്മുടെ അമ്മയെ കുറിച്ചെങ്കിലും നീ ചിന്തിക്കണം. നീ ഇല്ലാതെ നമ്മുടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനാവോ? എന്തിന് അച്ഛനെ പോലും അമ്മ അകറ്റി നിർത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ നല്ലൊരു ഭാവിയാണ് അമ്മയുടെയും എന്റെയും ലക്ഷ്യം. അതുകൊണ്ട് മോളെ, നീ വെറുതെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത്. നീ എൻ്റെ കൂടെ മടങ്ങി വന്നേ തീരൂ. നീ ഇല്ലാതെ എനിക്ക് അമ്മയ്ക്ക് അരികിലേക്ക് പോകാനാവില്ല. നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് എന്ന് നിത്യ ജ്യോതിയോട് അറിയിച്ചു. അപ്പോഴും ജ്യോതി പറഞ്ഞു, നിത്യേച്ചി, ഞാൻ എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചപ്പോ നിത്യ പറഞ്ഞു, മോളെ, നിന്റെ ജീവിതത്തിലെ പ്രതിബന്ധമായി നിൽക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ കാരണം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഒരു വിവാഹത്തിന് തയ്യാറാണ്. ഇനി ആ ഒരു പ്രശ്നം കാരണം മോള് വീട്ടിലേക്ക് വരാതിരിക്കരുത്. മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറാണ്. ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞപ്പോ ജ്യോതി ആകെ ഞെട്ടി. അപ്പോഴേക്കും നിത്യ പറഞ്ഞു, മോളെ, നീ എൻ്റെ കൂടെ വന്നേ തീരുമെന്ന് പറഞ്ഞതും നിത്യയോട് ജ്യോതി പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്ക് വേണ്ടി നിത്യേച്ചി അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാകണ്ട. നിത്യേച്ചിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയാം. വിവാഹശേഷം നിത്യേച്ചിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. ഇനിയും ഒരു പരീക്ഷണത്തിനോട് നിത്യേച്ചി എനിക്ക് വേണ്ടി തയ്യാറാകേണ്ടതില്ല എന്ന് ജ്യോതി അറിയിക്കുമ്പോൾ, എനിക്കും അന്ന് അമ്മയുടെ നിർബന്ധ പ്രകാരമായിരുന്നല്ലോ ഞാൻ അതിന് വഴങ്ങിയത്. പക്ഷെ എന്നിട്ട് ഉണ്ടായ സംഭവങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി ഞാൻ മടങ്ങി വരുന്നില്ല ചേച്ചി. ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം. എല്ലാവർക്കും ഒരു ബാധ്യതയായി ഭാരമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം കേട്ടതോടെ നിത്യ പറഞ്ഞു, മോളെ, നീ കൂടെ വന്നേ തീരൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കുഴപ്പവും ഞാനായിട്ടുണ്ടാക്കില്ല. അതുകൊണ്ട് മോളെ, നീ വരണം, എൻ്റെ കൂടെ വന്നേ തീരൂ എന്നറിയിച്ചു. അപ്പോഴാണ് അവിടേക്ക് സ്വാമിനിയമ്മ എത്തിയത്. സന്യാസിയമ്മ വന്ന് പറഞ്ഞു, മോളെ,
മോള് ഇവരോടൊപ്പം മടങ്ങിപ്പോകണം. ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ചിലപ്പോൾ ചില കടമകൾ കടക്കേണ്ടി വരും. ജീവിതത്തിലെ ചെറിയ ചെറിയ വേദനകൾ വന്നു കയറുമ്പോൾ, നമുക്ക് സഹിക്കാനാകാത്ത വേദനകൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഉടനെ സന്യാസം സ്വീകരിക്കാം എന്ന് എടുക്കുകയല്ല ചെയ്യേണ്ടത്. സന്യാസത്തിന് അതിൻ്റെതായ സമയവും അതിൻ്റെതായ രീതികളും ഉണ്ട് എന്ന് സന്യാസിനിയമ്മ ജ്യോതിയോട് അറിയിച്ചു. അങ്ങനെ നിത്യയോടൊപ്പം ജ്യോതിയെ തിരികെ പറഞ്ഞയക്കുന്നു. ഈ സമയത്ത് സുജാത ആകെ വിഷമത്തോടെ തന്റെ പ്രാർത്ഥനാമൂർത്തികൾക്ക് മുന്നിലിരുന്ന് സങ്കടപ്പെട്ട് കരയുമ്പോൾ പെട്ടെന്ന് വാതിക്കൽ നിന്ന് നിത്യ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ, ദാ ജ്യോതി മടങ്ങിയെത്തി. ആ വാക്ക് കേട്ടതും വിശ്വസിക്കാനാകാതെ സുജാത അതിശയപ്പെട്ടു. എന്നിട്ട് വേഗം താഴെ സത്യമാണോ എന്നറിയാനേ പുറത്തേക്ക് ഓടി വരുമ്പോ നിത്യയുടെ കൂടെ ജ്യോതിയെ കണ്ടു. ജ്യോതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുജാത. എങ്കിലും മോളെ, നീ നീ എന്തിനാ ഈ അമ്മയെ ഇട്ടിട്ട് പോയത് എന്ന് ചോദിച്ച് സങ്കടപ്പെടുമ്പോ ജ്യോതി പറഞ്ഞു, ഇല്ലമ്മേ, ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. അതോടൊപ്പം അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അമ്മയോട് പറയാൻ എന്ന് പറഞ്ഞതും നിത്യേച്ചി മറ്റൊരു വിവാഹത്തിന് തയ്യാറാണ് എന്ന് നിത്യേച്ചി എന്നോട് പറഞ്ഞു എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ സുജാത അതിശയപ്പെട്ടത് നിത്യയെ നോക്കി, സത്യമാണോ മോളെ, നീ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ നിത്യ പറഞ്ഞു, അതെ അമ്മേ, ഞാൻ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നറിയിച്ചപ്പോ ഉടനെ നിത്യയോട് നോക്കി സുജാത പറഞ്ഞു, എന്തായാലും എൻ്റെ മോള് അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവി എനിക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇക്കാര്യത്തിൽ നിർബന്ധം പിടിച്ചത്. എന്തായാലും എൻ്റെ മക്കൾ രണ്ടുപേരും എന്നും സുരക്ഷിതരായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ആഗ്രഹം. എന്നും സന്തോഷവതികളായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറഞ്ഞു, അമ്മേ, നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി, കുറേ ദുഃഖങ്ങളുമുണ്ടായി. അതിനുശേഷമുണ്ടായ ചെറിയ സന്തോഷം അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പങ്കുവെക്കാമേ എന്ന് പറഞ്ഞപ്പോൾ സുജാത പറഞ്ഞു, അതെ, ഞാൻ നടന്ന സംഭവങ്ങളൊന്നും ആദ്യമോനോട് പറഞ്ഞിട്ടില്ല എന്ന് അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകാനും ഓഫീസിലേക്ക് പോകാനുമായി റെഡിയായി കല്യാണിയും ഹരിയും താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കല്യാണിയുടെ ബാഗ് റെഡിയാക്കി വെക്കുന്ന അമ്മാവൻ ചോദിച്ചു, അല്ല, മോളുടെ കോമ്പറ്റീഷൻ എപ്പോഴാണ്? എനിക്ക് കൂടി വരണം ഫാൻസി ഡ്രസ്സ് കാണാനായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അമ്മാവൻ വരുന്നുണ്ടോ എന്ന് ഹരി അന്വേഷിച്ചു. പിന്നില്ലാതെ എനിക്കെൻ്റെ മോളുടെ കോമ്പറ്റീഷൻ കാണണ്ടേ, ഫാൻസി ഡ്രസ്സ് കാണണ്ടേ എന്ന് ചോദിച്ചു. എന്തായാലും ഫസ്റ്റ് എനിക്ക് തന്നെയാണ് മുത്തച്ഛ, അതോർത്ത് മുത്തച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ, അതെ, പത്മ ടീച്ചറുടെ ആദ്യമോനുണ്ടല്ലോ, അവൻ എടുക്കനാ, അവനെ അങ്ങനെ അങ്ങ് എല്ലാ സമയത്തും ഫസ്റ്റ് ഞാൻ തന്നെയാണെന്നൊന്നും പറയണ്ട. അവൻ മിടുക്കനായതുകൊണ്ട് ചിലപ്പോ അവനും ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഹരി ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, അല്ല, മുത്തച്ഛൻ അറിയാവുന്നതല്ലേ എനിക്കും അച്ഛനും ആദ്യം ഇഷ്ടമല്ല എന്നുള്ള കാര്യം, എന്നിട്ടും മുത്തച്ഛൻ എന്തിനാ അവരെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഓ അതെ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും ഈ നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ശരിയല്ല, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ ഹരി പറഞ്ഞു, ചില ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ ചിലര് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അത് കണ്ണി പിടിക്കില്ല, എന്നാൽ മറ്റുള്ളവർ ചെറിയ കാര്യങ്ങൾ നല്ലത് ചെയ്താലും അത് മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ, വലുതാക്കി കാണിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഹരി മോളെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങുമ്പോ ബാഗ് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇവരച്ഛയും മോളത് എങ്ങോട്ടായി പോകുന്നത് ഈ ബാഗ് എടുക്കാതെ? അപ്പോഴേക്കും ഹരിയും കല്യാണിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരി പറഞ്ഞു, എന്തായാലും ഇന്ന് എല്ലാവരെയും നമുക്ക് ഞെട്ടിക്കണം. അങ്ങനെ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഹരി ചോദിച്ചു, അല്ല, ബാഗ് ഇവിടെ? അച്ഛ, അത് ഞാൻ എടുത്തില്ല എന്ന് കല്യാണി പറഞ്ഞപ്പോൾ, പിന്നെ ബാഗ് എടുക്കാതെയാണോ നീ സ്കൂളിലേക്ക് പോകുന്നത്? അപ്പോഴേക്കും അമ്മാവും പിന്നാലെ ബാഗുമായിട്ട് വരണം. ഈ സമയം ആദ്യം പത്മ ടീച്ചറും കൂടി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നേരെ ഹരിയുടെയൊക്കെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു.